എന്ത് രണ്ടുപേർക്കും ഒരു സന്തോഷമില്ലത്തെ? ഹരിതയെ സന്തോഷിപ്പിക്കാൻ 1000 തമാശകൾ സ്റ്റോക്കുള്ള ആളല്ലേ മനോജ്? എന്തുപറ്റി രണ്ടുപേരും മൂഡ് ഓഫ് ആണല്ലോ? ഞങ്ങൾ ഓഫീസിൽ പോയിട്ടാ വരുന്നത്. ഞാൻ ജോലി റിസൈൻ ചെയ്തു. ജോലി റിസൈൻ ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എന്തോ ഒരു പക്ഷേ മോളെ, ജോലി അവസാനിപ്പിച്ചത് നന്നായി. പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇത്രയും ദൂരത്തുള്ള ബൈക്ക് യാത്ര അത് ഒഴിവാക്കേണ്ടത് തന്നെ. മറ്റുള്ള ടെൻഷനും ഒഴിവാക്കണം. സർക്കാർ ജോലിയാണെങ്കിൽ ലീവ് എടുത്തിരിക്കായിരുന്നു. ഇപ്പൊ അതിന് പറ്റില്ലല്ലോ. അമ്മ പറഞ്ഞതാ ശരി. നിനക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എന്താടാ എന്താടാ നിനക്കൊരു വിഷമം? ഒരച്ഛനാവും പോകുന്ന സന്തോഷൊക്കെ എവിടെ പോയി? ഹരിതയുടെ ശമ്പളം കൂടി ഇല്ലാതായപ്പോ ആകെയുള്ള വരുമാനം നിലച്ചു. ഇനി ആ ഹോസ്പിറ്റലിൽ ചെലവുകൾ കൂടുന്ന സമയം എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലമ്മേ. നിനക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ? ഒരു പാരലൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയാലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കില്ലേ? ഈ അഭിപ്രായം ഞങ്ങൾ എത്രയോ തവണ മനോജിനോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ സ്റ്റാർട്ടപ്പ് ബിസിനസ് അല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്നുള്ള വാശിയിലല്ലേ മനോജ്? അങ്ങനെ വാശി പിടിക്കുന്നത് ജോലി ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാ. ഇങ്ങനെ ഒരിക്കലും നടക്കാത്ത സ്റ്റാർട്ടപ്പ് ബിസിനസിന്റെ കാര്യം പറഞ്ഞു നിൽക്കുന്നത് അച്ഛനെ ചൂഷണം ചെയ്യാനാ. ബാധ്യതകൾ ഒഴിയാതെ നിൽക്കുന്ന ആ മനുഷ്യന്റെ ചുമല് ഇനിയും ബാധ്യതകൾ കെട്ടിവെക്കരുത്. പണിയെടുത്ത് വരുമാനം ഉണ്ടാക്കാൻ നോക്ക് മനോജെ. അല്ലെങ്കിൽ അച്ഛന്റെ ശാപം കിട്ടും നിനക്ക്. ദേ അച്ഛൻ വരുന്നു. പന്തൻ എന്നെ അടിച്ചപ്പോ അവളെ എന്നേക്കുമായിട്ട് എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ ആ അടിയോടെ പന്തനയുടെ മനസ്സ് മാറി. അല്ലെങ്കിൽ അവൾ എന്നോട് സോറി പറയില്ലായിരുന്നല്ലോ. അവൾ എന്നെ നോക്കി ചിരിച്ചപ്പോ ഈ ലോകം തന്നെ ഞങ്ങളുടെ പ്രണയം അംഗീകരിച്ച പോലെ തോന്നി. വന്ദനയുടെ മനസ്സിൽ ജഗൻ ചേക്കേറി കഴിഞ്ഞു. ജഗനെ ഒരിക്കലും മറക്കില്ലെന്ന് അവളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കാൻ കഴിഞ്ഞില്ലേ? അതിൽ കൂടുതൽ ഇനി എനിക്ക് എന്താ കിട്ടാനുള്ളത്? വന്ദനെ, ഈ ജഗന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയായിരിക്കുമെന്ന് എന്നെ ആദ്യം കണ്ടപ്പോ തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ. വന്ദനെ, എന്താ? അല്ല, ഞാൻ വിളിച്ചത് എനിക്ക് വന്ദനോട് ദേഷ്യമില്ലെന്ന് പറയാനാ. അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ. അല്ല, അത് പറഞ്ഞ കാര്യം തന്നെയാ. സംഗതിയൊക്കെ ശരി. എന്നാലും എനിക്ക് വന്ദനയുടെ ശബ്ദം അല്ല അല്ല വന്ദനയുടെ ശബ്ദത്തിന് എന്തോ ഒരു മാറ്റം ഉള്ളതുപോലെ. തൊണ്ടയില് കിച്കിച്ചുണ്ടോ? കിച്കിച്ചോ? എന്റെ ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ. അല്ല, ഈ വന്ദനയ്ക്ക് എന്നോട് സംസാരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ഞാൻ നിങ്ങളെ അടിച്ചു. അത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലായപ്പോ ഞാൻ മാപ്പും പറഞ്ഞു. ആ ചാപ്റ്റർ കഴിഞ്ഞു. അത് പോരെങ്കില് നിങ്ങൾ എന്നെ ഒന്ന് തല്ലിക്കോ. അയ്യോ, വന്ദനെ ഞാൻ തല്ലാനോ?
സ്ത്രീകൾ അവർ ദൈവതുല്യരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാ. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണെന്നൊക്കെയാ. പക്ഷേ വന്ദന അങ്ങനെയല്ല. പിന്നെ വന്ദന ഭീമോളുടെ അമ്മയാ, ഭീമോളുടെ പോറ്റമ്മ. ആ ബഹുമാനം എനിക്കുണ്ട്. അമ്മയെ സഹോദരിയായിട്ട് കാണാനും എനിക്ക് പറ്റില്ല. അതിന് രാത്രി ഇങ്ങനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അ- ദേ ഭീമോൾ കുറക്കം വരുന്നു, ഞങ്ങൾക്കൊന്ന് കിടക്കണം. എന്താ പറയാനുള്ളെന്ന് വെച്ചൊന്ന് പറ. പറയട്ടെ. പറ ഞാൻ പറയും. പറ. ഞാൻ പറയുവേ. ചേടാ ഒന്ന് പറയേ. ഒന്നും പറയാനില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. ഏ അറിയായിരുന്നു. ശേ.